വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്കൻ റീജിയൻ ഭാരവാഹികൾ ഡാലസിൽ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. WMC ഗ്ലോബൽ ചെയർമാൻ ശ്രീ ഗോപാലപിള്ള, WMC അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ, തോമസ് ഫിലിപ്പ്, ഡാലസിലെ പ്രൊവിൻസ് ചെയർമാൻ ചെറിയാൻ അലക്സാണ്ടർ, WMC നോർത്ത് ടെക്സസ് പ്രസിഡന്റ് ആൻസി തലച്ചെല്ലൂർ, അമേരിക്ക റീജിയൻ വൈസ് ചെയർപേഴ്സൺ ശാന്താപിള്ള എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പത്രസമ്മേളനത്തിൽ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് അമേരിക്കയിലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഔദ്യോഗിക സംഘടനയെന്നും WMCയുടെ ലോഗോ ഉപയോഗിക്കാൻ നിയമപരമായി തങ്ങൾക്കാണ് അധികാരമുണ്ടെന്നും പ്രസ്താവിക്കുകയുണ്ടായി. കൂടാതെ WMC കേരളത്തിലും അമേരിക്കയിലും നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ട അമേരിക്കൻ പ്രസിഡൻഷ്യൽ വോളണ്ടറി സർവീസ് അവാർഡ് നൽകുന്നതിന് നോമിനേഷൻ സമർപ്പിക്കാൻ അധികാരമുള്ള ഏക മലയാളി സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്കൻ റീജിയൻ ആണെന്ന് WMC അമേരിക്കൻ റീജിയൻ പ്രസിഡന്റ് ജോൺസൺ തലച്ചെല്ലൂർ അറിയിക്കുകയുണ്ടായി. കൈരളി TV, ജോസ് കാട്ട്, പത്രപ്രവർത്തകരായ PP ചെറിയാൻ, സണ്ണി മാളിയേക്കൽ, സജി സെബാസ്റ്റ്യൻ, ഷാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കൗൺസിലിന്റെ ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാ മീഡിയക്കാരെയും, ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ പ്രതിനിധികളുണ്ട്, പല പത്രത്തിൻ്റെ പ്രതിനിധികളൊക്കെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ ഏവരെയും നമ്മുടെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഗ്ലോബൽ ചെയർമാൻ മിസ്റ്റർ ഗോപാലപിള്ള വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റിയുള്ള ഒരു വിവരണം നിങ്ങൾക്ക് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ താങ്ക് യു. ലെറ്റ് മീ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു മിസ്റ്റർ ഗോപാലപിള്ള. ഈ പ്രസ് കോൺഫറൻസിന് നമ്മുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞാൽ, വേൾഡ് മലയാളി കൗൺസിൽ 1995 ന്യൂജേഴ്സിയിൽ നടന്ന ജൂലൈ 3, 4, 5 തീയതികളിൽ ന്യൂജേഴ്സിയിൽ നടന്ന ലോക മലയാളികളുടെ ഒരു കൺവെൻഷൻ. ആ കൺവെൻഷൻ്റെ 5ാം ദിവസം, 3ാം ദിവസം ആണ് വേൾഡ് മലയാളി കൗൺസിൽ രൂപം കൊണ്ടത്. ഇതിൻ്റെ ബൈലോസ് എന്നാണ് അപ്രൂവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 14 കോൺഫറൻസുകൾ ന്യൂജേഴ്സിയിൽ നടത്തിയതുപോലും അതിലും ബെറ്ററായിട്ടും നമ്മൾ ആദ്യത്തെ കൊച്ചി തൊട്ട് അവസാനിച്ചത് ട്രിവാൻഡ്രമാണ്. അതിനിടയ്ക്ക് കുവൈറ്റ്, ദോഹ, സിംഗപ്പൂർ, ബഹ്റിൻ, ദോഹ, പിന്നീട് ശ്രീലങ്ക, ജർമ്മനി, ഇവിടങ്ങളിലെല്ലാം കൂടി 14 കോൺഫറൻസാണ് നമ്മൾ നടത്തിയത്. 15ാമത്തെ കോൺഫറൻസ് നമ്മൾ അടുത്ത വർഷം അമേരിക്കയിൽ നടക്കുകയാണ്. നമ്മൾ 15ാമത്തെ കോൺഫറൻസ് നടക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളോടുകൂടി മാറിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ കോൺഫറൻസ് നടത്തിയുണ്ടായി. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരോ ലോഗോയോ ഉപയോഗിക്കാൻ പാടില്ല. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു നെറ്റ്വർക്ക് ഓർഗനൈസേഷനായിട്ടാണ് ഒരു മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത് തുടക്കം മുതൽ. ഈ കഴിഞ്ഞ 30 വർഷം ഇതിൻ്റെ തുടക്കം മുതൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പറൊന്നും കൂടാതെ ഇതിൻ്റെ എല്ലാ പൊസിഷനിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഈ 30 വർഷം മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണത്. വേൾഡ് മലയാളി കൗൺസിൽ ഇന്ന് അല്ലെങ്കിൽ ഈ വർഷം 30ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. വേൾഡ് മലയാളി കൗൺസിൽ തുടങ്ങി 1995 തുടങ്ങി ഇപ്പോൾ നമ്മൾ 30ാമത്തെ വാർഷികം ആഘോഷിക്കുന്നു. അടുത്ത വർഷം അമേരിക്ക റീജിയൻ്റെ ബൈനിയൽ കോൺഫറൻസ് നടക്കുന്നത് ന്യൂജേഴ്സിയിൽ വെച്ചാണ്. എല്ലാ 2 വർഷവും കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കോൺഫറൻസ് നടക്കുന്നത്. അവിടെ നിന്നാണ് അമേരിക്ക റീജിയൻ്റെ ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓഗസ്റ്റ് മാസം we are going to have the global conference here in Dallas. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2012 ലാസ്റ്റ് ഗ്ലോബൽ കോൺഫറൻസ് ഡാലസിൽ നടന്നത്. ഡാലസിലെ കോൺഫറൻസിൽ പല സിറ്റികളിൽ പോയി അത് വീണ്ടും തിരിച്ച് ഡാലസിൽ വരികയാണ്.
ആ ഗ്ലോബൽ കോൺഫറൻസിൻ്റെ കൺവീനർ എന്ന ചുമതലയും കൂടി എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ആ ഗ്ലോബൽ കോൺഫറൻസ് വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. അതുപോലെ WMCയുടെ ഒരു വലിയ പ്രോജക്റ്റ് ഒക്ടോബർ 2-ാം തീയതി പത്തനാപുരത്ത് 25 ദമ്പതികളുടെ ഒരു വിവാഹം വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക കീഴിലുള്ള ഫിലഡൽഫിയ പ്രോവിൻസിൻ്റെ നേതൃത്വത്തിൽ നാട്ടിൽ വെച്ച് നടക്കുന്നു. അത് വളരെ ശ്രമകരമായ ഒരു സംഭവമാണ്. ഏകദേശം 1 കോടി രൂപയോളം വേൾഡ് മലയാളി കൗൺസിലിന് ചെലവുണ്ട്. അതെല്ലാം ഫിലഡൽഫിയ പ്രോവിൻസാണ്. ബഹുമാന്യരായ സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗോപാൽ മൂസ, ജോൺസൺ, ചെറിയാൻ അലക്സാണ്ടർ, ചെയർമാൻ ഓഫ് ദ ഡാലസ് പ്രോവിൻസ്, കൂടാതെ പ്രിയപ്പെട്ട PP ചെറിയാൻ, സലീം അലീകൾ, കൈരളി ടീമിൻ്റെ എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. വേൾഡ് മലയാളി കൗൺസിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു വേൾഡ് മലയാളി കൗൺസിൽ ഒരു അംഗമാകുക. അതിനെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ ബയോസാണ്. വളരെ കൃത്യമായിട്ട് എഴുതിയ ബയോസ്, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടീം, അതായിരുന്നു ഞങ്ങൾ അന്ന്. ഇന്നും അത് തന്നെ. പക്ഷേ പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെട്ട് പല രീതികളിലോട്ടും പോയിട്ടുണ്ട്. അത് ശരിയായ ഒരു രീതിയാണെന്ന് എൻ്റെ ചിന്താഗതിയിൽ എനിക്കില്ല. ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്നും ആഗ്രഹിച്ചിരുന്നു. ഞാനും പിള്ളച്ചേട്ടനും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ഡാലസ് പ്രോവിൻസിൻ്റെ ചെയർമാൻ ആയി ഫംഗ്ഷൻ ചെയ്തു. അത് കഴിഞ്ഞ വീഡിയോയിൽ പല പൊസിഷനും വഹിച്ചിട്ടുണ്ട്. പല രീതിയിലും നല്ലൊരു ഓർഗനൈസേഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റു പ്രവർത്തനങ്ങൾ, അവർ നല്ല സാക്ഷ്യം വഹിക്കുന്ന ഒരു സമൂഹമാണ് ഈ വേൾഡ് മലയാളി കൗൺസിൽ. വളരെ ആദർശമുള്ള ആൾക്കാർ, അതുപോലെ ചാരിറ്റബിൾ പ്രൊജക്റ്റിനൊക്കെ വളരെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവർ. അപ്പോൾ ഞാനിപ്പോൾ ഓർത്തത് ഇതിനകത്ത് പ്രസ്താവിക്കാത്ത ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ജീറിയാട്രിക് കെയർ എന്നുള്ള നാമത്തിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് 2 ആംബുലൻസുകൾ സംഭാവന ചെയ്തു വേൾഡ് മലയാളി കൗൺസിൽ. അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് ചാരിറ്റി പ്രവർത്തനം. അതുപോലെ മദ്രാസ് പ്രോവിൻസിൻ്റെ ആഭിമുഖ്യത്തിൽ 1000 കുട്ടികൾക്ക് നേത്ര ശസ്ത്രക്രിയ ചെയ്തു. അത് വലിയൊരു സംഭവമായിരുന്നു. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇതിനകത്ത് എഴുതാൻ മറന്നുപോയതായിരിക്കും. അങ്ങനെ പല രീതിയിലും മെച്ചമായ ഒരു പ്രവർത്തനങ്ങളാണ് വേൾഡ് മലയാളിയിൽ കൂടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. അതിനൊക്കെയും നമ്മൾ മെമ്പേഴ്സ് എല്ലാം സപ്പോർട്ട് ചെയ്തു. വളരെയധികം പണം ചെലവായി. 2012 ശേഷം വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരെ തിരിഞ്ഞു ഇതുപോലെ മാറിയിട്ടുള്ളൂ. നമ്മൾ മെമ്പർഷിപ്പിൻ്റെ ഒരു 100, 500, 1000 ആക്കുക എന്നുള്ളതല്ല വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഉദ്ദേശം. ഓരോ പ്രൊവിൻസിലും ചെറിയ യൂണിറ്റാണ്. 10-15 ഫാമിലിയുടെ റിക്വയർമെൻറ്റേ ഉള്ളൂ. ആ 15 ഫാമിലി അല്ലാതെ 50-അപ്പുറത്തോട്ട് പോയാൽ ക്രൗഡഡാണ്. അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റുന്ന ഈ ചെറിയ ചെറിയ ഫാമിലി കൂട്ടാണ് വേൾഡ് മലയാളി കൗൺസിൽ. നിങ്ങൾ ജീവകാരുണ്യ പ്രശ്നങ്ങൾ നടത്തുന്ന അതേ മാനദണ്ഡത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെയൊക്കെയാണ് ഒന്നിച്ചു പോയിക്കൂടാ? അതേ ആ ഒരു മാനസികാവസ്ഥയിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ പറയല്ലേ, ഇപ്പം ഈ മൊട്ടക്കലും അല്ലെങ്കിൽ ബാബു മറീസും ദുബായിലുള്ള ദൂരലാക്കിയിട്ടുണ്ടല്ലോ, ഇവരൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് എത്തിക്കൂടാ? നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ല. 3 പ്രാവശ്യം നമ്മൾ ഇത് ഒന്നിച്ച് ചേരാൻ ശ്രമിച്ചു. 3 പ്രാവശ്യം.
അത് 3-നകത്ത് ഞാൻ പങ്കെടുത്താണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താണെന്ന് എനിക്കിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 യൂണിഫിക്കേഷൻ അതിന് പേര് കൊടുത്തുകൊണ്ട് 3 പ്രാവശ്യം ശ്രമിച്ചതാണ്. അത് ഏകദേശം ഫൈനലായി വരുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വഭാവം പുറത്ത് കാണിക്കും. നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ വൺ ഓഫ് ദ ഫൗണ്ടിംഗ് മെമ്പേഴ്സായ ഗോപാലപിള്ള സാറാണ്. സർ, ഈ വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഹിസ്റ്ററിയും ഇപ്പോൾ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചും ഞങ്ങളോടൊന്ന് വിശദീകരിച്ച് പറയാമോ? തീർച്ചയായിട്ടും. വേൾഡ് മലയാളി കൗൺസിൽ 1995 ജൂലൈ മാസം 3, 4, 5 തീയതികളിൽ ന്യൂജേഴ്സിയിൽ നടന്ന ഒരു കൺവെൻഷൻ വെച്ചാണ് രൂപം കൊള്ളുന്നത്. ഇന്നേക്ക് 30 വർഷം തികയുന്നു ഇതിൻ്റെ ആക്ടിവിറ്റീസ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു നെറ്റ്വർക്ക്. അത് വേറെ ഒരു രാജ്യക്കാർക്കുമില്ല, വേറൊരു റീജിയനുമില്ല. മലയാളികൾക്ക് മാത്രമുള്ള മലയാളികളുടെ നെറ്റ്വർക്കാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഒരുപാട് സാമൂഹ്യ സേവനങ്ങളാണ് വേൾഡ് മലയാളി കൗൺസിൽ ചെയ്യുന്നത്. ഒരുപാട് അർഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഇന്ന് വേൾഡ് മലയാളി കൗൺസിൽ 40ഓളം രാജ്യങ്ങളിൽ 50 പ്രൊവിൻസുകളായി വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യത്തിനായി 6 റീജിയനായിട്ട് തിരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ഫാർ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം മലയാളികൾ വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട്. വേൾഡ് WMCയുടെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന റീജിയണൽ കോൺഫറൻസിനെ കുറിച്ചും ഗ്ലോബൽ കോൺഫറൻസിനെ കുറിച്ചും ഒരു വിശദീകരണം ഞങ്ങൾക്ക് തരാമോ? തീർച്ചയായും. വേൾഡ് മലയാളി കൗൺസിൽ അമേരിക്ക റീജിയൻ്റെ ബൈനിയൽ കോൺഫറൻസ് ന്യൂജേഴ്സിയിൽ വെച്ച് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ പോകുന്നു. റീജിയൻ 2 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. അത് ന്യൂജേഴ്സിയിൽ മാർച്ച്, ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിൽ വേൾഡ് വൈഡ് ഗ്ലോബൽ WMCയുടെ വലിയ കോൺഫറൻസ് അത് നടക്കാൻ പോകുന്നത് ഡാളസിലാണ്. ആ ഡാളസ് കോൺഫറൻസിൻ്റെ കൺവീനർ കൂടിയാണ് ഞാൻ. അപ്പോൾ അതൊരു വലിയ സംരംഭമാണ്. അത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കോൺഫറൻസാണ്. അപ്പോൾ നിങ്ങളേവരും അത് വന്ന് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അധികം താമസിയാതെ നിങ്ങൾക്ക് തരുന്നതാണ്. പ്രസിഡൻഷ്യൽ സർവീസ് അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സിഗ്നേച്ചറോടുകൂടി നമ്മൾ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളെ, നമ്മുടെ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ പ്രസിഡൻഷ്യൽ അവാർഡ് കൊടുക്കാൻ അർഹതയുള്ള ഒരേ ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. അത് അഭിമാനപൂർവ്വം നിങ്ങളോട് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ സമയം ചെലവഴിച്ച അമേരിക്കൻ റീജിയൻ പ്രസിഡന്റിനോട്